എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ദേവതാ നിർണയമാണ്. അതായത് നമ്മുടെ ഇഷ്ടദേവതയെ എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദേവതകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. സത്യത്തിൽ ഒരു ഇഷ്ടദേവതയെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ജാതകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഏത് ദേവതയോടാണ് അടുപ്പം തോന്നുന്നത് ആ ദേവതയെ ഭജിക്കുക. കാലക്രമേണ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ ഈ ദേവത തന്നെ നമ്മൾ എത്തിച്ചോളും. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിഷ്ണുവിനെയാണ് ഇഷ്ടമെങ്കിൽ വിഷ്ണുവിനെ ജപിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണനെയാണ് ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ ശിവനെയാണ് ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ ഹനുമാനെയാണ് ഇഷ്ടം തോന്നിയതെങ്കിൽ ആ ദേവതയെ ഭജിക്കുക. അൾട്ടിമേറ്റ്ലി നമ്മൾ ആരെ ജപിച്ചാലും അവസാനം നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരും. അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറ്റിയുടെ അടുത്താണോ എത്തിച്ചേരേണ്ടത് ആ ഡയറ്റിയുടെ അടുത്ത് എത്തിച്ചേരും. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ പോലും ചിലർക്ക് വളരെയധികം സംശയം തോന്നാറുണ്ട്. എൻ്റെ ജാതകം വെച്ച് ദേവതയെ അറിയാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ദേവതാ നിർണ്ണയം നടത്താൻ പറ്റില്ലേ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സഹായകമാകുമല്ലോ, കുറച്ചുകൂടി ആത്മവിശ്വാസം ലഭിക്കുമല്ലോ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ അതിനുള്ളൊരു വഴി പറയാമെന്നാണ് വിചാരിക്കുന്നത്. ദേവതകൾ പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ദേവതകൾ. അതായത് ഒന്ന് നമ്മുടെ ഗൈഡിങ് ഡൈറ്റീസാണ്, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ നയിക്കുന്ന ദേവതകൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ദേവതകൾ. അതായത് ഒരു ദശാകാലം വന്നു, അല്ലെങ്കിൽ ഒരു അന്തർദശ വന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റ് വന്നു, അതായത് ഗോചരം വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ ആരെങ്കിലും സമീപിച്ചു, അപ്പോൾ അവർ പറയുന്നു ഇന്ന ദേവതയെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഇന്ന ദേവതയെ ഭജിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമല്ല, നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുന്നു, ആ പ്രശ്നം സോൾവ് ആവുന്നു. അതോടുകൂടി നമ്മൾ ആ ദേവതയുമായിട്ടുള്ള കണക്ഷൻ, ആ ബന്ധം അവിടെ അവസാനിക്കുന്നു. ഇതാണ് ഒരു തരത്തിലുള്ള ദേവത. ഒരു ടെമ്പററി കണക്ഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നിരന്തരമായി കണക്ഷൻ ഉണ്ടാക്കുന്ന ദേവതകളുണ്ട്. അതായത് നമ്മൾ എന്നെന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവതകൾ. അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗൈഡിങ് ഡൈറ്റീസ്, അതായത് ഇഷ്ടദേവത എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ ധർമ്മദേവതയുണ്ട്, പിന്നെ കുലദേവതയുണ്ട്, പിന്നെ ഗുരുദേവതയുണ്ട്. ഇവരാണ് പ്രധാനമായും നമ്മളെ ഗൈഡ് ചെയ്യുന്ന മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ദേവതകൾ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്ക് ആദ്യം ഇഷ്ടദേവതയെ നോക്കാം. എന്താണ് ഇഷ്ടദേവത ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ പർപ്പസ് എന്താണ്? ഇഷ്ടദേവതയുടെ പർപ്പസ് ഒരു സോളിനെ, ഒരു ആത്മാവിനെ വിമോചനത്തിലേക്ക്, അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക്, അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇഷ്ടദേവതയുടെ പർപ്പസ്. അതിൽ കവിഞ്ഞ മറ്റൊന്നുമല്ല ഇഷ്ടദേവതയുടെ പർപ്പസ്. ഇനി ധർമ്മദേവത എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട്. ആ ധർമ്മദേവതയുടെ പർപ്പസ് ഒരു ജീവൻ്റെ, അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ഈ ജന്മത്തിലെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ധർമ്മദേവതയുടെ പർപ്പസ്. അത് മോക്ഷത്തിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ സെൽഫ്, ഞാൻ ഇല്ലാതാവുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതാണ് മോക്ഷത്തിൻ്റെ ദേവത, ഇഷ്ടദേവതയുടെ പ്രത്യേകത. ധർമ്മദേവത എന്ന് പറയുന്നത് ഈ മോക്ഷത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പല സിദ്ധികളും നമ്മളിലോട്ട് വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ എന്തെങ്കിലും ആത്മീയമായ കഴിവുകളും മറ്റ് കാര്യങ്ങളും, അല്ലെങ്കിൽ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ, ധാർമ്മികമായിട്ട് പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന, ധാർമ്മിക ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ധർമ്മദേവതയാണ്. പിന്നെയുള്ളൊരു ദേവത കുലദേവതയാണ്. കുലദേവത നമ്മുടെ ആ ഒരു ലീനിയേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുലദേവത. കുലദേവത നമ്മൾ എന്തിനാണ് സഹായിക്കണേ? നമ്മുടെ ആരോഗ്യത്തിനെ നിലനിർത്താൻ നമ്മുടെ സഹായിക്കുന്നു. നമ്മുടെ ക്ഷേമം, നമ്മുടെ ഐശ്വര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, ഓവറോൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നത് ഈ കുലദേവതയാണ്. പിന്നെയുള്ളൊരു ദേവത ഗുരുദേവതയാണ്. ഈ ഗുരുദേവത നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ സ്വാധ്യായത്തിനാണ്. കാര്യം വേദാന്തം ഇതൊക്കെ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ ജ്യോതിഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന്, ഒരു ഡിവൈൻ നോളജിലോട്ട് നമ്മൾ പോകണമെങ്കിൽ ഈ നമ്മളെ സഹായിക്കുന്നത് ഈ ഗുരുദേവതയാണ്. അപ്പോൾ ഈ ദേവതകളൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് ഇഷ്ടദേവതയിൽ തുടങ്ങാം. ഇഷ്ടദേവത കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരാളുടെ ആത്മകാരകൻ ആരാണെന്ന് അറിയണം. അപ്പോൾ ഞാനൊരു ബേസിക് ലെവലിലോട്ട് പോവുകയാണ്. ചിലർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി. ആത്മകാരകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഹൊറോസ്കോപ്പ് എടുത്ത് പരിശോധിക്കുക. ഹൊറോസ്കോപ്പിൽ കുറേ ഗ്രഹങ്ങളുണ്ടല്ലോ, ആ ഗ്രഹങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് ആകെ 12 രാശിയുള്ളത്. അപ്പോൾ ഈ 12 രാശികളായിട്ടായിരിക്കും ഈ ഗ്രഹങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ഒരു രാശി എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെ സ്ഫുടം, അതായത് അത് നിൽക്കുന്നത് എത്ര ഡിഗ്രിയിലാണെന്ന് നോക്കുക. പരമാവധി 30 ഡിഗ്രി വരെ നിൽക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. ഏറ്റവും കുറഞ്ഞത് 0, ഏറ്റവും കൂടിയത് 30. അപ്പോൾ ഒരു ഗ്രഹം നിൽക്കുന്നത് ഒരു 30 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 29 ഡിഗ്രി, അല്ലെങ്കിൽ 28 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതിന് മേളിലോട്ട് വേറെ ഒരു ഗ്രഹവുമില്ല, മറ്റൊരു രാശിയിലും ഒരു ഗ്രഹവുമില്ല. ഏറ്റവും കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രഹം, ഇപ്പോൾ ശുക്രനാണെന്ന് വിചാരിക്കുക. ശുക്രൻ ഒരാളുടെ 29 ഡിഗ്രിയിൽ നിൽക്കുന്നു. ബാക്കി എല്ലാ ഗ്രഹങ്ങളും അതിന് താഴെയുള്ള ഡിഗ്രികളിൽ വിവിധ രാശികളിലായിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ ശുക്രൻ 29 ഡിഗ്രി നിൽക്കുമ്പോൾ ശുക്രനാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ശുക്രനാണ് ഇയാളുടെ ആത്മകാരകൻ. ചിലപ്പോൾ 2 ഗ്രഹങ്ങൾ ഒരേ ഡിഗ്രി തന്നെ നിൽക്കാം വ്യത്യസ്ത രാശികളിലായിട്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ ഒപ്പം മിനിറ്റും കൂടി നോക്കണം. ഏത് ഗ്രഹമാണ് കൂടുതൽ ഡിഗ്രിയിൽ കൂടുതൽ മിനിറ്റിൽ നിൽക്കുന്നത് അതാണ് അയാളുടെ ആത്മകാരകൻ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച ഒരാളുടെ 29 ഡിഗ്രി 15 മിനിറ്റിൽ നിൽക്കുന്നു, അതിൻ്റെ മേളിലോട്ട് വേറെ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകാരകൻ എന്ന് പറയുന്നത്. ഈ ആത്മകാരകൻ ഇയാളുടെ നവാംശ ചാർട്ടിൽ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. അതായത് നമ്മുടെ ഹോറോസ്കോപ്പ് പരിശോധിക്കുമ്പോൾ അതിലൊരു ചാർട്ടുണ്ട്, രാശി ചാർട്ട്, D1 ചാർട്ട്. പിന്നെ നമുക്കൊരു ഭാവം എന്ന് പറഞ്ഞൊരു ചാർട്ട് കാണും. പിന്നെ നവാംശം എന്ന് പറഞ്ഞൊരു ചാർട്ട് കാണും, അത് D9 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വിവാഹമൊക്കെ നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചാർട്ടാണ്. ഈ നവാംശ ചാർട്ടിൽ ഈ ആത്മകാരകനായിട്ടുള്ള ഗ്രഹം, ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ശുക്രനാണ്. ശുക്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. ആ നിൽക്കുന്ന രാശി ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനാണ് കാരകാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ എടുക്കുന്ന എക്സാമ്പിളിൽ ഇപ്പോൾ നിൽക്കുന്നത് സ്കോർപ്പിയോയിലാണെന്ന് വിചാരിക്കുക. വൃശ്ചികത്തിൽ നിൽക്കുന്നു. ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ ഇയാളുടെ ആത്മകാരകനാണ്. അപ്പോൾ ആത്മകാരകൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു. അവിടെ നിന്ന് അതൊന്നായിട്ട് എണ്ണിത്തുടങ്ങാം, 12 വരെ ക്ലോക്ക് വൈസ് എണ്ണിത്തുടങ്ങാം. അപ്പോൾ എവിടെ വരും? ഇപ്പോൾ നമ്മൾ വൃശ്ചികത്തിൽ നിന്ന് വൃശ്ചികം ഒന്നായിട്ട് എണ്ണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 എന്ന് പറയുന്നത് തുലാമാണ്. തുലാം രാശിയായിട്ട് വരും. അതായത് വൃശ്ചികത്തിന് തൊട്ട് പിറകിലുള്ള രാശി. അതിനെയാണ് നമ്മൾ മോക്ഷഭാവം എന്ന് പറയുന്നത്. 12ാം ഭാവമാണ് മോക്ഷഭാവം. അപ്പോൾ ഈ നവാംശ ചാർട്ടിൽ ഈ ആത്മകാരകൻ നിൽക്കുന്നതിൻ്റെ 12ാം ഭാവം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ നമ്മൾ നോക്കുക. ഒന്നിലധികം ഗ്രഹങ്ങളാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏത് ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമാണത്, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ മിത്രക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ ഉച്ചക്ഷേത്രമാണെന്ന് നോക്കുക. ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, മിത്രക്ഷേത്രം. ആ ഗ്രഹത്തായിരിക്കും കൂടുതൽ ബലമുള്ളത്, ആ ഗ്രഹത്തിന് എടുക്കുക. ഇനി അങ്ങനെയല്ല, 2 ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്, 2 പേരുടെയും മിത്രക്ഷേത്രമാണത്, അതുകൊണ്ട് ബലം നിശ്ചയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് നോക്കുക. ഈ 12ാം ഭാവത്തിൽ ആ ഗ്രഹമായിരിക്കും ഏറ്റവും ബലമുള്ള ഗ്രഹം. ആ ഗ്രഹത്തിനെ കൊണ്ട് നിർണ്ണയിക്കാവുന്ന ദേവതനെ വേണം നമ്മൾ പറയാൻ, ഇയാളുടെ ഇഷ്ടദേവതയായിട്ട്. ഏതേത് ഗ്രഹങ്ങൾക്ക് ഏതേത് ദേവതയാണെന്ന് ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ജൈമിനിയുടെ പ്രിൻസിപ്പിൾ, ജൈമിനി മഹർഷിയുടെ പ്രിൻസിപ്പിൾ വെച്ചാണ് ഇത് മുഴുവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ജൈമിനി മഹർഷി പറഞ്ഞിട്ടുള്ള ദേവതകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഇതിന് മുമ്പുള്ള വീഡിയോയിൽ. അത് വെച്ചിട്ട് നമുക്ക് ഈ ദേവതനെ നിർണ്ണയിക്കാം. ഇനി അവിടെ ഒരു പ്ലാനറ്റും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആസ്പെക്റ്റ് നോക്കണം. വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം ആ 12ാം ഭാവത്തിലോട്ട് നോക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് എല്ലാ പ്ലാനറ്റുകൾക്കും 7th ആസ്പെക്റ്റ് ഉണ്ട്, 7ലോട്ട് ദൃഷ്ടിയുണ്ട്. അതുകൂടാതെ വിശേഷാൽ ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിന് 5, 9 വിശേഷാൽ ദൃഷ്ടിയുണ്ടെന്ന് അറിയാം. ശനിക്കാണെങ്കിൽ 3, 10 വിശേഷാൽ ദൃഷ്ടിയുണ്ടെന്ന് നമുക്കറിയാം. കുജനാണെങ്കിൽ നമുക്കറിയാം 4, 8ലോട്ട് വിശേഷാൽ ദൃഷ്ടിയുണ്ടെന്ന് അറിയാം. ആ വിശേഷാൽ ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കുക. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിനെ കൊണ്ട് പറയാം. ഇപ്പോൾ 2 ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് നോക്കുക. അതിനു മുമ്പ് നോക്കുക ഏതാണ് അത്, സ്വക്ഷേത്രത്തിലാണോ നോക്കുക, മിത്രക്ഷേത്രത്തിലാണോ, അല്ലെങ്കിൽ ഡിഗ്രി കൂടുതലാണോ നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ അതായത് ആ ഗ്രഹത്തിൻ്റെ ബലം മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹത്തിനെ കൊണ്ട് നമുക്ക് ദേവതയെ നിശ്ചയിക്കാം. ഇനി ഒരു ആസ്പെക്റ്റും ഇല്ല, ഒരു ഗ്രഹവും നിൽക്കുന്നില്ല എങ്കിലോ, അങ്ങനെയാണെങ്കിൽ ആ രാശിനാഥനെ കൊണ്ട് ദേവതയെ പറയാം. ഇപ്പോൾ ഇവിടെ വൃശ്ചികത്തിൻ്റെ 12 എന്ന് പറയുന്നത് തുലാമാണ്. അവിടെ ഒരു ഗ്രഹം ഇല്ല, ഒന്നിൻ്റെ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രൻ തന്നെയാണ്. അപ്പോൾ ശുക്രനെ കൊണ്ട് നമ്മൾ ദേവതയെ പറയാം. ശുക്രനെ കൊണ്ട് ഏത് ദേവതയെ പറയണം എന്നുള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് രാജസികമായ ആണോ, സാത്വികമായതാണോ, അല്ലെങ്കിൽ താമസികമായ ക്ഷേത്രമാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം. അങ്ങനെ ദേവതയെ നിർണ്ണയിക്കാം. ഇതാണ് 12ാം ഭാവം കൊണ്ട് നിർണ്ണയിക്കുന്നത്. ഈ 12ാം ഭാവത്തിലെ ദേവത ഞാൻ പറഞ്ഞു എന്തിന് നൽകുന്ന ദേവതയാണ്? നമുക്ക് മോക്ഷത്തിന് നൽകുന്ന ദേവതയാണ്. അവിടെ സെൽഫില്ല, ഞാനില്ല, ഞാൻ തന്നെ ഇല്ലാണ്ടാവും അവിടെ. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ എൻ്റെ ധാർമ്മികമായ ജീവിതത്തിന് ആര് സഹായിക്കും? അല്ല, എൻ്റെ മോക്ഷത്തിലോട്ടുള്ള പാതയ്ക്ക് എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ ഉപാസനകളൊക്കെ ചെയ്യുമായിരിക്കും, കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും, ധാർമ്മികമായ പ്രവർത്തികളൊക്കെ ചെയ്യും. ഇതിൻ്റെയൊക്കെ അവസാനമായിട്ടാണല്ലോ, പരിണിത ഫലമായിട്ടാണല്ലോ അവസാനം മോക്ഷത്തിലോട്ടൊക്കെ നമ്മൾ എത്തുന്നത്. അതായത് മോക്ഷത്തിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് എല്ലാം ഉപേക്ഷിക്കണം, എന്നെ ഉപേക്ഷിക്കണം. പക്ഷെ ഉപേക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഉപേക്ഷിക്കാനുള്ളവനല്ലേ ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും സിദ്ധികളും കാര്യങ്ങളൊക്കെ വേണ്ടേ, എന്നാലും ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഒരു രാജാവിനെ അവൻ്റെ കൊട്ടാരം ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു ഭിക്ഷക്കാരന് ഒരിക്കലും പുറത്ത് നിന്നിട്ട് ആ കൊട്ടാരം ഞാൻ ഉപേക്ഷിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഈ കൊട്ടാരം ഞാൻ വേണ്ടെന്ന് വെച്ചതാണെന്ന് പറയാൻ പറ്റില്ല. രാജാവ് ആ കൊട്ടാരം വേണ്ടെന്ന് വെക്കുമ്പോഴാണ്, അതാണ് യഥാർത്ഥത്തിലുള്ള ഉപേക്ഷ എന്ന് പറയുന്നത്. അപ്പം ഉപേക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും വേണം. അതാര് തരും? അതാണ് ധർമ്മദൈവം തരുന്നത്. അതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? അതിനെ നോക്കേണ്ടത് ഈ ആത്മകാരകൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 9ാമത്തെ രാശി നോക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ സ്കോർപ്പിയോയിലാണ് ആര് നിൽക്കുന്നത്? ശുക്രൻ നിൽക്കുന്നതെങ്കിൽ 9ാമത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ്. അപ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കർക്കിടകത്തിൽ നോക്കുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വേറെ ഒരു ഗ്രഹവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ കർക്കിടകം രാശിയുടെ അധിപൻ അല്ലെങ്കിൽ രാശിയുടെ നാഥൻ ആരാണ്? ആ ഗ്രഹം, അതായത് ചന്ദ്രൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഈ ധർമ്മ ദൈവത്തിനെ മനസ്സിലാക്കേണ്ടത്.
ധർമ്മദൈവമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മോക്ഷത്തിലോട്ട് പാതയിലോട്ട് ആവശ്യമായ കാര്യങ്ങൾ തന്ന് നമ്മളെ സഹായിക്കുന്നത്, ധാർമ്മികമായ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ധർമ്മദൈവമാണ്. ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേതു എന്ന് പറഞ്ഞ പ്ലാനറ്റ് ഉണ്ടല്ലോ, അത് മോക്ഷത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലാനറ്റാണ്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിക്കണം. അതായത് നമ്മുടെ ഈ ഇഷ്ടദൈവം എന്ന് പറയുന്നത് ആത്മാവിനെ മോചനത്തിലേക്ക് നയിക്കുന്നതാണല്ലോ. അപ്പോൾ സൂര്യൻ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇഷ്ടദേവതയാട്ടോ. അപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ സൂര്യൻ ഉപാസിച്ചാൽ അത് നാച്ചുറലി നമ്മുടെ ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ കുലദേവത എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. കുലദേവത നാച്ചുറലി മൂണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുലദേവതനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മൂണിനെ ഉപാസിച്ചാൽ അത് കുലദേവതയെ ഉപാസിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ഗുരുദേവത, അതായത് നമ്മളെ അധ്യയനം ചെയ്യിക്കുന്ന ദേവത, ആ ദേവത നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജൂപ്പിറ്റർ, വ്യാഴം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ദേവതേനെയാണ്. അതായത് ഈ ഗുരു ഡയറ്റിനെയാണ് വ്യാഴം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമമൊക്കെ എപ്പോഴും ജപിക്കണം എന്ന് പറയുന്നത്. കാര്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ നാച്ചുറലി നമ്മൾ വ്യാഴത്തിനാണ് ഉപാസിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഗൈഡൻസ്, ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും. ശരി, അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് കുലദേവതയെ കുറിച്ചാണെന്ന് തോന്നുന്നു. ശരി, കുലദേവത എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത്? നമ്മുടെ ഭൗതികമായ ക്ഷേമങ്ങൾക്ക് ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. കുലദേവത അല്ല, നമ്മൾ കേതുവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കേതുവിൻ്റെ ഒരു പ്രത്യേകത, കേതു മോക്ഷത്തിൻ്റെ കാരകനാണ്. അതുകൊണ്ട് തന്നെ കേതു 9ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും 12ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും, ഇതിൽ ആത്മകാരകൻ്റെ 9ലോ 12ലോ നിൽക്കുകയാണെങ്കിൽ അയാൾ മോക്ഷത്തിലോട്ടുള്ള പാതയിലാണെന്നാണ് പറയുന്നത്. അയാൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അയാൾ തീർച്ചയായും മോക്ഷത്തിലോട്ട് പോകും. കാര്യം അയാൾ കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ആളാണ്. അയാളെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു എൻലൈറ്റഡ് ബീയിങ് ആയിട്ട് കാണേണ്ടി വരും. 9ലോ 12ലോ കേതു നിൽക്കുകയാണെങ്കിൽ, അത് എസ്പെഷ്യലി അത് കർക്കിടകൻ രാശിയിലോ മീനൻ രാശിയിലോ ആണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു ഡിവൈൻ സോളാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് ഒരാളുടെ 9ാം ഭാവം 12ാം ഭാവം വരുന്നത് കർക്കിടകമോ മീനമോ ആകുന്നു, അവിടെ കേതു നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരു നല്ല സോളാണ്. അദ്ദേഹം പോകുന്നതും ഈ പറഞ്ഞ പോലെ നിർവ്വാണത്തിലേക്കാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ശരി, അത് കേതുവിൻ്റെ പ്രത്യേകത. ഇനി പറയേണ്ടത് 12ാം ഭാവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. അതായത് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് മെലിഫിക് ആയിട്ടുള്ള പ്ലാനറ്റുകളാണ്. അത് നിൽക്കുന്നത് പാപരാശികളിലും ആണെങ്കിൽ ഇവർ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഉപാസനകളൊക്കെ പോകുന്ന ആളുകളായിരിക്കാം. ഇപ്പോൾ ശുക്രൻ അഫ്ലിക്റ്റഡ് ആണ്, ശുക്രൻ 12ലാണ് നിൽക്കുന്നത്, പാപൻ്റെ രാശിയിലൊക്കെ ആണെങ്കിൽ ഇവർ വളരെ താന്ത്രികമായിട്ടുള്ള വാമാചാരം ഒക്കെ ആ രീതിയിൽ പോകുന്ന നിഗൂഢമായ ആരാധനകളും മറ്റ് സമ്പ്രദായങ്ങളും ഉള്ള ആളുകളാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് അയാൾ തെറ്റായ മാർഗത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആവണമെന്നോ അങ്ങനെ നിഗൂഢമായ മോശം രീതിയിൽ പോകുന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതിന് മൊത്തത്തിലുള്ള ബലം നോക്കണം. നമ്മൾ ഈ ട്രൈൻസും കൂടി നോക്കണം. അതായത് ഇയാളുടെ ആത്മകാരകൻ നിൽക്കുന്നതിൻ്റെ 1, 5, 9 നോക്കിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ സ്വഭാവം ഏത് തരത്തിലാണെന്ന് നമുക്കറിയാം. അയാൾ രാജസികനാണോ സാത്വികനാണോ താമസികനാണെന്നോ ഒക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അയാൾ സാത്വികനായ ഒരാളാണെങ്കിൽ പോലും അയാൾ വാമാചാരത്തിലൂടെയാണ് പോകുന്നതെങ്കിലും അയാൾ അൾട്ടിമേറ്റ്ലി ആ മോചനത്തിലോട്ട് തന്നെ പോകും, നിർമ്മാണത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അയാൾ ആ സമ്പ്രദായങ്ങളൊന്നും തെറ്റായ രീതിയിൽ ഉപയോഗിക്കില്ല. വളരെ പെട്ടെന്ന് ഒരാൾ നിർമ്മാണത്തിലേക്ക് നയിക്കുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള താമസികമായ മൂർത്തികളാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ അത് അത്ര എളുപ്പമല്ല അത്തരം ആരാധനകളിലൂടെ കടന്നു പോകാൻ. എപ്പോഴും സാത്വികമായ ആരാധനകളിലൂടെ കടന്നു പോകുന്നതാണ് റിസ്ക് കുറവ്. കാര്യം നമ്മൾ പയ്യെ പോവുക, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അമിത വേഗതയിൽ പോകുമ്പോൾ ചിലപ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി, അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് ഇനി കുലദേവതയാണ്. കുലദേവതനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? കുലദേവതനെ നമ്മളെപ്പോഴും ബഹുമാനിച്ചു പോകേണ്ട അല്ലെങ്കിൽ ആരാധിച്ചു പോകേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മുടെ കുലം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ ലീനിയേജ് അവിടെയാണ്. അപ്പോൾ അതിനെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അതിന് D20 എന്ന് പറഞ്ഞൊരു ചാർട്ടുണ്ട്, വിംശാംശം എന്ന് പറയും. ഈ D20 ചാർട്ട് നിങ്ങളുടെ ജാതകത്തിൽ എടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ D20 ലഗ്നത്തിൻ്റെ 2ാം ഭാവം നോക്കുക. ലഗ്നം ഒന്നാണെങ്കിൽ അതിൻ്റെ 2ാം ഭാവം ഏതാണെന്ന് നോക്കുക. 2ാം ഭാവം റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിനെയാണ്, നമ്മുടെ കുലത്തിനെയാണ്. അതിലെ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലുള്ള, അതായത് ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനാണ് ബലം നോക്കുക, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ ആസ്പെക്റ്റ് ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ നാച്ചുറലി ആ രാശിയുടെ അധിപൻ ആരാന്ന് നോക്കുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ കുലദേവത ആരാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടി നോക്കേണ്ടത് D20 ചാർട്ടാണ്. ഇനിയുള്ളത് നമ്മുടെ ഗുരുദേവതയാണ്. ആരാണ് നമ്മുടെ ഗുരുദേവത എന്ന് കണ്ടെത്താൻ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഭ്രാതൃകാരക എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതായത് നമ്മൾ നേരത്തെ ആത്മകാരകൻ പറഞ്ഞല്ലോ, അത് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി നിൽക്കുന്ന ഗ്രഹമാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്രഹം ഇപ്പോൾ 29 ഡിഗ്രി നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, അത് ആത്മകാരകൻ. ഒരു ഗ്രഹം 28 ഡിഗ്രി നിൽക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ, അതിനാണ് നമ്മൾ അമാത്യകാരകൻ എന്ന് പറയുന്നത്. അത് മന്ത്രി, അമാത്യകാരകൻ എന്ന് പറയും.
ഇനി ഒരു ഗ്രഹം അതിലും താഴെ നിൽക്കുന്നു, അതായത് മൂന്നാമത്തെ ഹയസ്റ്റ് ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം, അതാണ് ഭ്രാതൃകാരക എന്ന് പറയുന്നത്. ഈ ഭ്രാതൃകാരകൻ ഒരാളുടെ നവാംശത്തിൽ ഏത് രാശിയിൽ നിൽക്കുന്നു നോക്കുക. ഓക്കെ, ഭ്രാതൃകാരകൻ ഏത് രാശിയിലാണോ നവാംശത്തിൽ നിൽക്കുന്നത് അതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അയാളുടെ ഗുരു ആരാന്ന് പറയാൻ പറ്റും, അതായത് ഗുരു ഡയറ്റി ആരാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഭ്രാതൃകാരകനെ കണ്ടുപിടിക്കുക, അത് ഏത് പ്ലാനറ്റാണെന്ന് നോക്കുക, ആ പ്ലാനറ്റ് നിൽക്കുന്ന രാശി ഏതാണെന്ന് നോക്കുക, ആ രാശിയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് ഗ്രഹങ്ങളെയും കൂടി നോക്കുക, അല്ലെങ്കിൽ ആസ്പെക്റ്റ് നോക്കുക, അല്ലെങ്കിൽ അതിന് കൺജങ്ഷൻ നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹങ്ങളെ നോക്കുക. അതും കൂടി നോക്കിയിട്ട് ഈ രണ്ട് ഗ്രഹങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് വേണം ദേവതാ നിർണ്ണയം ഗുരുവിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ, ഗുരുദേവതയെ നിർണ്ണയിക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ ദേവതകളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതേനെ വിളിച്ചാൽ മതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു നാച്ചുറൽ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദേവതകൾ ഷിഫ്റ്റ് വരും. ഒരു ദേവതേനെ കുറച്ച് നാൾ ഉപാസിക്കുക, ഒരു ദേവതകളെ കുറച്ച് നാൾ ഉപാസിക്കുക, അങ്ങനെ പോവും. അതിൽ തെറ്റൊന്നും വിചാരിക്കേണ്ട. നമ്മളൊരു ആരാധന എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഉപാസന എന്നുള്ള രീതിയല്ല, ആരാധന എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് ബോണ്ടേജ് ആണ്. കാര്യം ഈ ജന്മത്തിൽ നിങ്ങളൊരു ഉപാസന ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദേവതയായിട്ടുള്ള ബന്ധം ഈ ജന്മത്തിൽ തീരില്ല. അപ്പോൾ നിങ്ങളുടെ കുലദേവതയായിട്ടുള്ള ജന്മം ഈ ജന്മം കൊണ്ട് തീരും. പക്ഷേ ഇഷ്ടദേവതയായിട്ടുള്ള ജന്മം, അല്ലെങ്കിൽ നമ്മളൊരു ഉപാസന തുടങ്ങുമ്പോൾ ആ ദേവതയായിട്ടുള്ള ബന്ധം ഈ ജന്മം കൊണ്ട് തീരില്ല. അത് ജന്മജന്മാന്തരങ്ങൾ നീണ്ടു നിൽക്കും. അത് ആ ദേവതയുടെ ഒരു സായുജ്യവും സാരൂപ്യവും സാലോക്യവും ഒക്കെ എത്തുന്നവരെ, അവസാനം സായുജ്യത്തിൽ അണയുന്നത് വരെ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അറിഞ്ഞുണ്ടാക്കുക. അതേസമയം നമുക്ക് ആരാധിക്കാമല്ലോ, നമുക്ക് അവരുടെ നാമം ചൊല്ലാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ചൊല്ലാം, സ്തുതികൾ ചൊല്ലാം, സ്തോത്രങ്ങൾ ചൊല്ലാം, അങ്ങനെ കൊണ്ടുപോകാമല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കൊണ്ടുപോകുക. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇഷ്ടദേവത ആരാണോ, നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്, ആ ദേവതയിലോട്ട് നമ്മൾ ഏത് ദേവതേനെ ഉപാസിച്ചാലും അവസാനം അവരവിടെ കൊണ്ട് നമ്മൾ എത്തിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ചിലർക്ക് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. എന്ത് ജപിച്ചാൽ തെറ്റാവുമോ, പ്രശ്നമാവുമോ എന്നൊക്കെ. ശരിയാണ്, ചില മന്ത്രങ്ങൾക്ക് ഗുരുദീക്ഷ ഇല്ലാതെ ജപിക്കാൻ പറ്റില്ല. ഗുരുദീക്ഷയോട് കൂടി മാത്രമേ ചില മന്ത്രങ്ങൾ ജപിക്കാൻ കഴിയുള്ളൂ. എന്നാൽ പൗരാണികമായ ചില മന്ത്രങ്ങൾ ഗുരുവിൻ്റെ ഉപദേശം ഇല്ലാതെ ജപിക്കാവുന്നതുണ്ട്. ഇപ്പം ഓം നമ ശിവായ നമുക്ക് ഗുരുവിൻ്റെ ഉപദേശം വേണ്ട, അല്ലാതെ തന്നെ ജപിക്കാം. ഓം നമോ നാരായണായ അഷ്ടാക്ഷരി, അത് ഗുരുവിൻ്റെ ഉപദേശം ഇല്ലാതെ ജപിക്കാം. പിന്നെ ഋഗ്വേദത്തിൽ പറയുന്ന എല്ലാ ഗായത്രികളും, സവിതാവിൻ്റെ മാത്രമല്ല എല്ലാ ഗായത്രികളും നമുക്ക് ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ജപിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓം തത് സത്, അത് നമുക്ക് ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ജപിക്കാം. പിന്നെ മഹാമന്ത്രങ്ങളെല്ലാം ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ നമുക്ക് ജപിക്കാം. മഹാവാക്യങ്ങൾ ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ജപിക്കാം. ഇപ്പം മൃത്യുഞ്ജയം ഒരു മഹാമന്ത്രമാണ്, അത് നമുക്ക് ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ജപിക്കാം. മൃത്യുഞ്ജയൊക്കെ നമ്മളെപ്പോഴും ദശാകാലത്തൊക്കെ ട്രാൻസിറ്റ് സമയത്തും ഈ പറഞ്ഞ പോലെ ദശാസന്ധികളിലൊക്കെ മൃത്യുഞ്ജയം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ ജപിക്കാം. മൃത്യുഞ്ജയം ഒരു അൾട്ടിമേറ്റ്ലി നമ്മളെ മോക്ഷത്തിലോട്ട് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രമാണ് മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്നത്. അപ്പോൾ മൃത്യുഞ്ജയം ജപിക്കുന്നതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ, അത് ജപിക്കാം. കൃഷ്ണൻ്റെ മന്ത്രങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ്, കൃഷ്ണൻ്റെ മന്ത്രങ്ങൾക്ക് ഗുരുപദേശം ഇല്ലാതെ തന്നെ ജപിക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് അത് ജപിക്കാം, അതിലൊന്നും തെറ്റില്ല. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.